ഇന്നെന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഡേ ആണ് ഗൈസ്. കാരണം ഇന്നെൻ്റെ വീട്ടിൽ ഒരുപാട് ഫ്രണ്ട്സ് വന്നിരിക്കുന്ന ദിവസമാണ്. അവർക്കായിട്ട് നല്ലൊരു സ്വീറ്റ് ഉണ്ടാക്കണം. ഞാൻ എൻ്റെ കിച്ചണിൽ പോയി ഒന്ന് തപ്പിക്കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയത് ആകെപ്പാടെ ഒരു പാക്കറ്റ് ബ്രെഡും ഒരു കുപ്പി പാലുമായിരുന്നു. ഈ ഗുലാബ് ജാമിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇറ്റ്സ് വെരി സ്വീറ്റ്. അതുകൊണ്ട് തന്നെ നല്ലൊരു മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ഡിഷ് തന്നെ ആയിരിക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ടുഡേ വി ആർ ഗോയിങ് ടു മേക്ക് എ വെരി സ്പെഷ്യൽ ഗുലാബ് ജാമുൻ using bread and milk. It's me Donald Sebastian and welcome back to Fast Food. ഗൈസ്, അപ്പോൾ നമുക്ക് വേഗം തന്നെ നമ്മളുടെ ഫ്രണ്ട്സിനായിട്ടുള്ള ഗുലാബ് ജാമുൻ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ആദ്യമേ തന്നെ ഞാനിവിടെ കുറച്ച് ബ്രെഡുകൾ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ റേഷ്യോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ബ്രെഡ് ഈക്വൽ ടു 1 ഗുലാബ് ജാമുൻ എന്നാണ് ഇതിൻ്റെ റേഷ്യോ. അതായത് നിങ്ങൾക്ക് ഒരു ഗുലാബ് ജാമുൻ വേണമെന്നുണ്ടെങ്കിൽ ഒരു ബ്രെഡാണ് നിങ്ങൾക്ക് ഇതിന് ആവശ്യം. നമുക്ക് ഈ ബ്രെഡിൻ്റെ അരികുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയണം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ള ഗുലാബ് ജാമുൻ നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കില്ല. ഞാനിതുപോലെ ഈ അരികുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാണ്. ഇവിടെ ഞാൻ 10 ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മൊത്തം നമുക്ക് അരികുകളൊന്ന് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നിങ്ങൾക്ക് ഫുഡ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ, ഫുഡ് കാണാനും ചെയ്യാനൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ, കഴിക്കാനും ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതിനായിട്ട് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ടാപ്പ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ കട്ടിങ് കഴിഞ്ഞു. നമുക്ക് ഇതിനെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം, ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ ഒന്ന് പൊടിച്ചെടുക്കാനായിട്ട് പോവാണ്. ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാനായിട്ട് പോവാണ് മിക്സിയിലിട്ട്. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കുമായിട്ട് മാക്സിമം ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓൾറെഡി നമുക്കിതിനെ ക്രംസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിതിനെ ഒരു ബൗളിലോട്ട് മാറ്റി അതിനകത്തോട്ട് ഒരു 3-4 ടേബിൾ സ്പൂണോളം പാല് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഈ മാവാക്കി എടുത്തതിന് ശേഷം നമുക്കിതിൽ നിന്ന് ചെറിയ ബോളുകളാക്കി നമുക്ക് ഗുലാബ് ജാമുൻ ഉണ്ടാക്കാം. ഗുലാബ് ജാമുൻ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലോണം പ്രസ് ചെയ്ത് അമർത്തി ബോളുകളാക്കി എടുക്കുക. ഒരിക്കലും ചെറിയ ഗ്യാപ്പുകളോ അല്ലെങ്കിൽ വിടവുകളോ വിള്ളലുകളോ അതും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ പെട്ടെന്ന് പൊട്ടിപ്പോകാനായിട്ടുള്ള ചാൻസുകളുണ്ട്. നല്ല രീതിക്ക് പ്രസ് ചെയ്ത് നല്ല ബോളുകൾ ഉണ്ടാക്കിയെടുക്കുക. ഇവിടെ ഞാൻ 10 ബോളുകളോളം ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്കിതിനെ നല്ലൊരു ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ പാൻ ഇവിടെ ചൂടായിട്ടുണ്ട്. നമുക്ക് ഈ പാനിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് ഓയിലും ചൂടായതിന് ശേഷം നമ്മുടെ ബോളുകൾ നമുക്കിതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ വശങ്ങളും മാറ്റിയിട്ട് നല്ലോണം വേവിച്ച് കൊടുക്കുക. ഈ ബ്രെഡിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. പെട്ടെന്ന് ചൂടാവണ പോലെ നമുക്ക് തോന്നും, പെട്ടെന്നൊരു ഗോൾഡൻ കളർ ആവണമെന്ന് നമുക്ക് തോന്നും. പക്ഷേ ഒരിക്കലും അതിൻ്റെ ഉള്ളിൽ വെന്തിട്ടുണ്ടാവില്ല. അതുമാത്രമല്ല മൈദ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ പൊട്ടിപ്പോവാതെ വളരെ കെയർഫുള്ളായിട്ട് ഹാൻഡിൽ ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫ്രൈയിങ് ഇവിടെ കഴിഞ്ഞു. ഞാനിപ്പോൾ ഏകദേശം ഒരു ഡാർക്ക് ബ്രൗണിൻ്റെ അടുത്തായിട്ടുണ്ട്. അധികം ഡാർക്ക് ബ്രൗൺ ഞാൻ ആക്കിയിട്ടില്ല, എനിക്ക് അത്ര ആക്കാനായിട്ട് താല്പര്യമില്ല. ഓക്കെ, നമ്മുടെ ഗുലാബ് ജാമുൻ്റെ പ്രിപ്പറേഷൻ കഴിഞ്ഞു. ഇനി ഇതിനെ സോഫ്റ്റ് ആക്കാനായിട്ട് നമുക്കൊരു ഷുഗർ സൊല്യൂഷൻ ഉണ്ടാക്കണം. ഷുഗർ സൊല്യൂഷൻ്റെ റേഷ്യോ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 കപ്പ് വെള്ളത്തിന് 1 കപ്പ് പഞ്ചസാര എന്നതാണ് കണക്ക്. സോ ഞാനിപ്പോൾ ഇവിടെ 1 കപ്പോളം വെള്ളം ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലോട്ട് 1 കപ്പ് പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ട്. ഫ്ലേവറിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് കാർഡമൻ ഏലക്ക ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, 2-3 ഏലക്ക. തിളപ്പിച്ചതിന് ശേഷം സ്റ്റൗ ഓഫാക്കി നമുക്ക് അതിലോട്ട് നമ്മുടെ ഗുലാബ് ജാമുൻ ഇട്ട് കൊടുക്കാം. ഏകദേശം ഒരു 15 മുതൽ 30 മിനിറ്റോളം ഒന്ന് വെയിറ്റ് ചെയ്യുക. ഈ ഷുഗർ സൊല്യൂഷൻ അതിൻ്റെ ഉള്ളിലോട്ട് കയറണവരെ വെയിറ്റ് ചെയ്യുക. ഞാനിപ്പോൾ ഏകദേശം ഒരു 30 മിനിറ്റോളം വെച്ചിട്ടുണ്ട്. വളരെ സ്മൂത്ത് ആയിട്ടുണ്ട്, കാണുമ്പോൾ തന്നെ അറിയാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഗുലാബ് ജാമുൻ റെഡി ടു സെർവ് ടു മൈ ഫ്രണ്ട്സ്.